കാശ്മീരിൽ നടന്ന ഭീകരാക്രമണം ഇന്ത്യയെ വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിലേക്ക് പ്രകോപിതരാക്കി എന്നുള്ളത് സത്യമാണ്. ആ തീരുമാനം ഉന്നതതല യോഗത്തിൽ, നമ്മുടെ പ്രധാനമന്ത്രിയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങളെന്ന് പറയുന്നത് വളരെ വലിയ തീരുമാനങ്ങളാണ്. ആ തീരുമാനങ്ങൾ യഥാർത്ഥത്തിൽ നമുക്ക് വളരെ ന്യായീകരിക്കാവുന്ന തീരുമാനങ്ങളാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ചിലപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ചിലപ്പോൾ മനുഷ്യാവകാശ പ്രശ്നങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് ഒരു തീരുമാനത്തിനെതിരെ ചിലപ്പോൾ പറഞ്ഞു നിന്നിരിക്കും. അതായത് ആദ്യത്തെ തീരുമാനം എന്ന് പറയുന്നത് സിന്ധു നദി ജലക്കരാർ, അത് റദ്ദാക്കുന്ന ഒരു തീരുമാനമാണ്. അത് റദ്ദാക്കി കഴിഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. കാരണം ഏതാണ്ട് 65 വർഷം മുമ്പുണ്ടായ കരാറാണ്. പ്രശ്നമെന്ന് ഞാൻ പറയാൻ കാരണം, അവിടെ പാകിസ്ഥാൻ്റെ കിഴക്കൻ പ്രവിശ്യയായ പഞ്ചാബിൽ, അതായത് പാകിസ്ഥാനിലെ പഞ്ചാബിൽ, അവിടെ ജലദൗർലഭ്യം വളരെയധികം ഉണ്ടാവും. അവിടെ കൃഷി നടക്കത്തില്ല, യഥാർത്ഥത്തിൽ കുടിക്കാൻ പോലും വെള്ളം കിട്ടത്തില്ല. ആ രീതിയിലേക്ക് പോവും കാര്യങ്ങൾ, വലിയ വരൾച്ചയിലേക്ക് പോവും. പക്ഷേ അവിടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, അവിടെ ഉള്ളവർക്ക് മാത്രം മതിയോ മനുഷ്യാവകാശം? ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനുഷ്യാവകാശം വേണ്ടേ എന്നാണ് നമ്മൾ ചിന്തിക്കാനുള്ളത്. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ തീരുമാനത്തെ വളരെ സാധൂകരിക്കാവുന്ന തീരുമാനമാണ്. കാരണം അവിടെ അവന്മാർക്ക്, പാകിസ്ഥാനുകാർക്ക് മനുഷ്യാവകാശം ഇന്ത്യക്ക് കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ നമ്മളെന്തിനാ അവരുടെ മനുഷ്യാവകാശം നോക്കേണ്ട കാര്യം? അതില്ലെന്ന് തന്നെയാണ് നമ്മൾ ഈ തീരുമാനം വ്യക്തമാക്കുന്നത്. അത് എൻ്റെ അഭിപ്രായത്തിൽ വളരെ ഉചിതമായ തീരുമാനമാണ്. അതൊരു യഥാർത്ഥ ഒരു സർജിക്കൽ സ്ട്രൈക്കിൻ്റെ ഇരട്ടി പ്രയോജനം ചെയ്യുന്ന ഒരു തീരുമാനമായിട്ട് വേണം അതിനെ കരുതാൻ. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 1955 മറ്റോ ആണെന്ന് തോന്നുന്നു ആ കരാറുണ്ടാകുന്നത്. സിന്ധു നദിയുടെ ജല കരാർ പാകിസ്ഥാനുമായി ഉണ്ടായി. ആ കരാർ അനുസരിച്ച് പാകിസ്ഥാൻ്റെ കിഴക്കൻ പ്രവിശ്യയായ പഞ്ചാബ്, പാകിസ്ഥാനിലെ പഞ്ചാബ്, അവിടേക്ക് ഉള്ള വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കരാർ വേണം, ഇല്ലെങ്കിൽ നടക്കുകയില്ല. അപ്പോൾ ഇന്നത്തെ ഈ സാഹചര്യം നോക്കുമ്പോൾ ഇങ്ങനൊരു കരാറിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ആ കരാർ റദ്ദാക്കാനുള്ള ആദ്യത്തെ തീരുമാനം അതാണ്, കരാർ റദ്ദാക്കുക. അത് പാകിസ്ഥാന് വലിയ അടിയായിരിക്കും, വലിയ തിരിച്ചടിയായിരിക്കും, ഒരു സംശയമില്ല. കാരണം ഈ പഞ്ചാബ്, പാകിസ്ഥാനിലെ കിഴക്കൻ പ്രവിശ്യയായ പഞ്ചാബിൽ വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതില്ലാതെ പറ്റുകയില്ല, വളരെ ബുദ്ധിമുട്ടും. പക്ഷെ അവിടെ ജനങ്ങൾ കഷ്ടപ്പെടും, അതൊരു വേറെ കാര്യം, അത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അപ്പം നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് ആകെപ്പാടെ അതിലൊരു ആ തീരുമാനത്തിൻ്റെ ഒരു പ്രശ്നമുള്ളത്, അന്താരാഷ്ട്ര സമൂഹം ഇതിനെ ഒരു ഹ്യൂമൻ റൈറ്റ്സ് പെർസ്പെക്റ്റീവിൽ മനുഷ്യാവകാശ പ്രശ്നമായിട്ട് ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കും. പക്ഷെ അന്നേരം നമ്മൾ ചിന്തിക്കേണ്ടത്, പാകിസ്ഥാനിലെ ആളുകൾക്ക് മാത്രമല്ലല്ലോ മനുഷ്യാവകാശം ഉള്ളത്, ഇവിടെയുള്ള പാവങ്ങൾക്കും ഇവിടെയുള്ള ആളുകൾക്കും മനുഷ്യാവകാശം ഇല്ലേ? അപ്പോൾ പാകിസ്ഥാൻ അത് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കും വേണ്ട, അത്രയേ ഉള്ളൂ. ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് ഇന്നത്തെ കാലാവസ്ഥയിൽ അതിന് തെറ്റു പറയാൻ പറ്റുന്നതല്ല എൻ്റെ അഭിപ്രായത്തിൽ, അതിനെ ന്യായീകരിക്കാവുന്നതും മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റൊരു തീരുമാനമെന്ന് പറയുന്നത് വാഗ അട്ടാരി അതിർത്തി അടച്ചു എന്നുള്ളതാണ്. അത് ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കുവരവിന് വേണ്ടിയുള്ള ചരക്ക് നീക്കം, ഇതിനെല്ലാം ഉള്ള ഒരു വഴിയാണ്, മാർഗമാണ്. അത് അടയ്ക്കിയ വഴി മനസ്സിലാക്കി പാകിസ്ഥാന് ശരിയായ ഒരു മെസ്സേജ് കൊടുക്കുകയാണ്, ഇനി നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവും സഹകരണവും ആവശ്യമില്ല. അതുപോലെ തന്നെ നയതന്ത്ര തലത്തിലുള്ള ആളുകളെ, പാകിസ്ഥാനിൽ ഇന്ന് ഉള്ള നമ്മുടെ ഇവിടുത്തെ നയതന്ത്ര പ്രതിനിധികൾ, അവരുടെ എണ്ണം 30 കുറച്ചു എന്ന് പറഞ്ഞാൽ പകുതി കുറച്ച്, ഏതാണ്ട് 65 പേരുണ്ടാവും, 30 ആയി മാറ്റി. എല്ലാ പാകിസ്ഥാൻ പൗരന്മാരും ഇന്ത്യയിൽ നിന്ന് ഒരു 1-ാം തീയതിക്ക് മുമ്പ്, മെയ് 1-ന് മുമ്പ് വിട്ടോണം, അവർ പൊയ്ക്കോണം എന്നുള്ള ഒരു തീരുമാനം. ഇനി മുതൽ പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇന്ത്യയിലേക്ക് വിസ കൊടുക്കുന്നില്ല എന്നുള്ള ഒരു തീരുമാനം. ഈ തീരുമാനമൊക്കെ എടുത്തതെന്നൊക്കെ പറയുന്നതിനൊന്നും നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഇന്നത്തെ കാലത്ത് ഇത് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇന്ത്യയിൽ കടന്നു വന്ന് ഇതേപോലുള്ള പ്രശ്നങ്ങളുണ്ടാക്കുമ്പോൾ അവർക്ക് എതിരെ ശക്തമായ നടപടി വേണം. ആ നടപടിയുടെ ഭാഗമാണിത്. ഇനി അവിടെ ഒരു കസൂരി എന്ന് പറയുന്ന ഒരാൾ, അവൻ ഈ
POK-യിൽ പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീരിൽ ഇരുന്നുകൊണ്ടാണ് ഇത് മുഴുവൻ ആസൂത്രണം ചെയ്ത് ഈ ഭീകരാക്രമണം നടപ്പാക്കിയതായിട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവനെ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറണം. അതാ ചെയ്യേണ്ടത് നിർബന്ധമായിട്ടും. കാരണം ഇതുപോലെ ഇത്രയും നിരപരാധികളെ കൊന്നൊടുക്കിയിട്ട് അവിടെ അവൻ സുഖമായിട്ട് ഇരിക്കാൻ പാടില്ല. അവനെ കൈമാറിയില്ലെന്നുണ്ടെങ്കിൽ ഇതിലും ശക്തമായ നടപടികൾ വീണ്ടും എടുക്കണം എന്നുള്ളതാണ്. ഇത് മാത്രം മതിയോ? ഒരു സർജിക്കൽ സ്ട്രൈക്ക് കൂടെ വേണ്ടേ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത്. കാരണം ഇത് യഥാർത്ഥത്തിൽ ഈ തീരുമാനങ്ങൾ നല്ലതാണ്. അന്താരാഷ്ട്ര സമൂഹത്തിൽ നല്ല പ്രതികരണം ഇതിനുണ്ടാവാൻ പാടുള്ളൂ. ഒന്നാമത്തെ തീരുമാനം ഒഴിച്ച്. പക്ഷെ ഒന്നാമത്തെ തീരുമാനവും ഞാൻ ന്യായീകരിക്കുന്നു ഇന്ത്യയെ. കാരണം മനുഷ്യാവകാശം പാകിസ്ഥാനുള്ളവർക്കോ പാകിസ്ഥാനിലെ പഞ്ചാബിലുള്ളവർക്കോ അല്ല, മാത്രമല്ല നമുക്ക് മനുഷ്യാവകാശം ഉള്ളവരാണ്. കാശ്മീരിലെ ജനങ്ങൾക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും എല്ലാം മുഴുവൻ എല്ലാവർക്കും ഇത് ഈ മനുഷ്യാവകാശം ഉള്ളതാണ്. അപ്പോൾ അതിനെ അംഗീകരിക്കുന്ന, അതിനെ സാധൂകരിക്കുന്ന ഒരു തീരുമാനം മാത്രമേ ഉള്ളൂ ഈ നദീജല കരാർ റദ്ദാക്കിയതിലൂടെ. അത് റദ്ദാക്കേണ്ടതാണ്. കാരണം അവർക്ക് ഇങ്ങനൊരു സഹായത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പം തന്നെ പാകിസ്ഥാനിലെ മുഴുവൻ പട്ടിണിയാണ് കേട്ടോ. അവിടെ പെട്രോളില്ല, ഡീസലില്ല, വളരെ കഷ്ടപ്പാടാണ് അവർക്ക്. ഇലക്ട്രിസിറ്റി ഇല്ല, ബുദ്ധിമുട്ടാണ്. അതിനോടൊപ്പം ഈ ജല ദൗർലഭ്യം കൂടെ വന്നു കഴിഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടായിരിക്കും അത് അവർ തിരിച്ചറിയണം, മനസ്സിലാക്കട്ടെ നന്നായിട്ട്. അതാണ് ഈ സമയത്ത് ചെയ്യാനുള്ളത്. ഏതായാലും ഈ തീരുമാനത്തെ ഞാൻ വളരെയധികം ന്യായീകരിക്കുകയാണ്. എന്തുകൊണ്ട് ഉചിതമായ തീരുമാനങ്ങളാണ് എടുത്തത്. ഇത് മാത്രം പോരാ എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുള്ളൂ. കാരണം ഈ ആക്രമണം നടന്നിട്ടുണ്ടല്ലോ, ഇവനെ തിരിച്ച് ഇന്ത്യക്ക് തരുന്നില്ലെങ്കിൽ, ഇവനെ ഇന്ത്യയിലേക്ക് തരുന്നില്ലെങ്കിൽ, ഈ കസൂരി എന്ന് പറയുന്നവനെ ഈ ഭീകരനെ ഇന്ത്യക്ക് വിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിർബന്ധമായും അതിനപ്പുറത്തോട്ടുള്ള കാര്യങ്ങളൂടെ ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ പറഞ്ഞ പോലെ ഇനി ഈ POK എന്ന് പറയുന്ന ഒരെണ്ണം വേണ്ട. ഇനി ഒറ്റ